അപ്പോൾ സമയം വന്നിട്ട് രാവിലെ 3:30 ആകുമ്പോൾ കേട്ടോ നമ്മളൊരു റൈഡിന് ഇറങ്ങിയതാണ്. ഇന്ന് ഞായറാഴ്ചയാണേ. കുറേ കാലം കൂടിയിട്ടൊരു സൺഡേ റൈഡ് പോകാൻ ഇറങ്ങി കേട്ടോ. നമ്മുടെ റോമി ബ്രോ വരുന്നുണ്ട്. ബ്രോയിനെ വെയിറ്റ് കിട്ടിയാൻ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങൾ തൊടുപുഴ ഭാഗത്തേക്കൊക്കെ റൈഡ് പോകുമ്പോഴത്തേനും മീറ്റ് ചെയ്യുന്ന സ്ഥിരം പോയി കേട്ടോ. വീടിൻ്റെ അടുത്തൊരു പള്ളിയാണ്. അപ്പോൾ റോമി ബ്രോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിന്ന് ചെപ്പുകുളം, തൊടുപുഴ ചെപ്പുകുളം ഭാഗത്തേക്കാണ് പോകുന്നത്. ബ്രോ വരുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഓൺ ടൈമിൽ ഞാൻ ഇവിടെ എത്തി. എൻ്റെ വീട് ഇവിടെ കുറച്ച് ദൂരമുള്ളൂ. നമ്മുടെ വീടിൻ്റെ ഹോം ടൗൺ തന്നെയുണ്ട്. വഴിത്തല എന്ന് പറയും കേട്ടോ. ഇവിടെ ഒരു 10-12 കിലോമീറ്റർ ഉണ്ട് തൊടുപുഴയ്ക്ക്. ചായ കുടിച്ചല്ലേ കുത്താളത്തുനിന്ന്? വെൽക്കം. ഹലോ. തൊണ്ടയ്ക്ക് അടഞ്ഞിരിക്കുക. മൊത്തം സൗണ്ട് പോയി. അതെ അതെ അതെ. അപ്പോൾ പോകുന്നല്ലേ? പോയിട്ടാ. അപ്പോൾ നമ്മൾ തൊടുപുഴ വെങ്ങല്ലൂർ എത്തിയിട്ട് നമുക്കിനി നേരെ പോകേണ്ടത് ഉടുമ്പന്നൂർ റൂട്ടാട്ടോ. സമയം 4 മണിയായല്ലേ? എവിടെ ഒരു കട്ടൻ അടിക്കാൻ നിർത്തിയാലോ? 4:05 നമ്മൾ തൊടുപുഴ ടൗണിലേക്ക് കയറില്ല. നമുക്ക് ഈ മങ്ങാട്ടുകാർ ബൈപ്പാസ് എടുത്താൽ മതി. ഈ ബൈപ്പാസ് വഴി പോകാം. ടൗണിലേക്ക് കയറേണ്ട ആവശ്യമില്ല. നേരെ പോയാലോ ടൗണിലേക്ക് കിടക്കണേ? ഓ അതെ, ഇതിൻ്റെ മൊത്തം ചുമലമയ കേട്ടോ. നന്ദിലത്ത് ജി മാർട്ട്. അല്ലല്ല, ഇത് തൊടുപുഴ മങ്ങാട്ട് പോലെ. തൊടുപുഴ ടൗണല്ല, ബൈപ്പാസാണ്. നമുക്ക് ഒരു കട്ടൻ അടിച്ചേക്കാം. കാരണം ഈ കാടിൻ്റെ അടുത്ത് കയറി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. വഴി ഒരു നിശ്ചയില്ല വന്നാണല്ലോ. അപ്പോൾ നമ്മൾ കരിമണ്ണൂർ എത്തിയിട്ടോ. കരിമണ്ണൂരിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് കരിമണ്ണൂർ സ്കൂളുണ്ട്. സ്കൂളിൻ്റെ ഇവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വഴി റൈറ്റ് എടുത്തിട്ട് നമ്മൾ തട്ടക്കുഴ റൂട്ട് പോകാം കേട്ടോ. തട്ടക്കുഴ ഈ റൂട്ടാണ് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇരുകല്ലുംപാറ എന്നാണ്. അതായത് ചെപ്പുകുളം മലയിൽ അവിടെയുള്ളൊരു വ്യൂ പോയിൻ്റ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം സ്ഥലം പന്നൂർ അല്ലേ? ചേട്ടാ ചേട്ടാ, ഈ ഇരുകല്ലുംപാറയ്ക്ക് എങ്ങോട്ടാ? തട്ടക്കുഴ ചെല്ലണം അല്ലേ? ചെപ്പുകുളം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ചവിട്ടി ചെപ്പുകുളം ഇവിടെ ഒരു കുരിശുപള്ളി ഉണ്ട് കേട്ടോ. നല്ല കയറ്റമായിരുന്നു. ഇവിടുന്ന് റൈറ്റ്, ഹൈ റൈറ്റ്. അപ്പോൾ ചെപ്പുകുളം കുരിശുപള്ളി കഴിഞ്ഞാൽ ഇവിടെ ഗുരുമന്ദിരം ഈ റൈറ്റ് ഇത് വഴി താഴേക്ക്. അല്ലല്ല, ഇത് തന്നെ. ഇത് കൂടുതലുണ്ട്, ദൂരം കൂടുതലുണ്ടല്ലേ? പിന്നെന്താ ചെപ്പുകുളം മെയിൻ പള്ളി അത്. അല്ല കിടിലം കയറ്റോട്ടോ, ഹെയർ പിന്നും കയറ്റം. 2 മിനിറ്റ് നിർത്താം അല്ലേ? കറക്റ്റ് പള്ളി മണി അടിച്ചത് സമയത്തര 6 മണി. അപ്പം നേരമൊക്കെ അത് വെളുത്തു വരുന്നുണ്ട് കേട്ടോ. ചെപ്പുകുളം പള്ളിയുടെ താഴെ ഒരു കിണറുണ്ട്. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ റീഫിൽ ചെയ്യാം. നല്ല വെള്ളം കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേനും ഇവിടെ എത്തിയും വെള്ളമൊക്കെ തീർന്നു. എന്നിട്ട് കിണറിൽ നിന്ന് കുറേ വെള്ളമൊക്കെ കോരി കുടിച്ചിട്ടാണ് പോയത്. 6 മണി. നമുക്ക് കുറച്ചും കൂടെ ഉണ്ട്. ഒരു 6:30 മേളിൽ കയറി ചെല്ലാം. ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതാണ് ചെപ്പുകുളം ടൗൺ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ. ഇവിടെ ചെറിയൊരു ഹോട്ടലാണോ എന്തോ കടയൊക്കെ ഉണ്ടല്ലേ. ഇനി ഒരു കയറ്റമുണ്ട്. ക്ലൈംബ് അടിച്ച് ആഗ്രഹം തീർക്കാം. നല്ല കിടിലം ക്ലൈംബാ, നല്ല സ്റ്റീപ്പാ. അതേ മുകളിലേക്ക് നോക്കേ. അപ്പോൾ ഫൈനൽ ക്ലൈംബാണ് നമ്മൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. പട്ടി അറിയും കടിക്കോ? അവൻ നമ്മളെ പേടിച്ചു പോയി. അതെ അതെ, സൈക്കിളിന് ഈ മലയിലേക്ക് ആരും കയറൂല്ലേ? അപ്പോൾ നമ്മൾ ഇരുകല്ലുംപാറയ്ക്ക് തിരിയുന്ന വഴി എത്തിയിട്ടോ. അതെ, ആ ഒരു കയറ്റം കയറി വന്ന് കഴിയുമ്പോൾ ഇവിടെ അങ്ങനെ ബോർഡൊന്നും വെച്ചിട്ടില്ല. ഈ ചെറിയൊരു ഓഫ് റോഡ് കാണാം, ഒരു കൊക്കത്തോട്ടത്തിലേക്ക്. ഇത് കിടക്കണ വഴിയാ ബ്രോ. തള്ളിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ.
ഇവിടെ ഒരു അബാൻഡൻഡ് ഹൗസ് ഉണ്ടല്ലോ. ഗോസ്റ്റ് ഹണ്ടർ. ഇവിടെ വല്ല പ്രേതമൊക്കെ ഉണ്ടോ? അതെ. ഇതൊക്കെ ചെറിയ വീട്, ചെറിയ മലയെന്നൊക്കെ പോയതായിരിക്കും. ഇവിടെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ താമസിക്കാൻ. എന്താ ഈ കാണുന്ന ഈ കാപ്പിത്തോട്ട ഇറങ്ങി പോകണം കുറേ. സിംഗിൾ ട്രാക്കാ. ഇപ്പോൾ ഒരു കിടിലൻ വ്യൂ പോയിന്റ് ആണ്, പക്ഷെ അങ്ങോട്ട് നല്ലൊരു വഴി പോലും ഇല്ല. ഇവിടെ കണ്ടുപിടിക്കാനായിട്ടൊരു ബോർഡ് പോലും വെച്ചിട്ടില്ല. അതാണ്, ആരും വരുന്ന സ്ഥലമൊന്നുമല്ല. വ്യൂ പോയിന്റ് പോയതാ? കോടയുണ്ടോ? ഇല്ലേ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, വഴി കണ്ടോ, നല്ലൊരു വഴിയില്ല കേട്ടോ ഇങ്ങ് വരാനായിട്ട്. ആരും വരുന്നൊരു സ്ഥലമല്ലേ. ഇവിടെ ഒരു എന്തോ സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ വന്ന് കഴിഞ്ഞപ്പം നല്ല വെയിലായിരുന്നു കേട്ടോ. ഇപ്പം ഈ ഒരു സമയത്ത് അടിപൊളിയാണ്, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഓക്കെ. അതെന്തോ ഹോം സ്റ്റേ അങ്ങനെ എന്തോ സെറ്റപ്പ് അത്. ആ, പക്ഷെ ആരും ഒന്നും വന്ന് താമസിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, ആരും കാണുന്നില്ല. ഓക്കെ, അടിപൊളി. അതിൻ്റെ അപ്പുറം ആ അവിടെ വ്യൂ പോയിന്റ്. അത് തന്നെ അടിപൊളിയല്ലേ? അതാണ് അടിപൊളി. ക്ലൗഡ് ബെഡ് ഉണ്ടോ? ആ, എൻ്റെ പൊന്നോ, ഇവിടെ തീരും കേട്ടോ. എന്നതല്ലേ അത്? കോടയല്ല ബ്രോ, ആ ഫാക്ടറിയിൽ നിന്ന് പുക പോണതാ. അത് ഭയങ്കര കോമഡി. ആ, ക്ലൗഡ് ബെഡിൻ്റെ ആവശ്യമില്ല, നൈസാ. അപ്പോൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. നമ്മുടെ ചെപ്പുകുളം വ്യൂ പോയിന്റ്, അതായത് ഇരികല്ലും പാറ. ഈ ഒരു സ്പോട്ടിന് പറയുന്ന പേരാട്ടോ ഇരികല്ലും പാറ എന്ന്. നമ്മൾ നിൽക്കുന്ന വലിയൊരു പാറയുടെ മുകളിലാണ്. അതുപോലെ തന്നെ നമ്മൾ കയറി വന്നാൽ അവിടെ ഒരു പാറയുണ്ട്. അപ്പോൾ ഈ രണ്ട് പാറയും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇരികല്ലും പാറ എന്ന് പറഞ്ഞത്. ഇവിടെ ചെറിയൊരു മതിലൊക്കെ പോലെ പുല്ലൊക്കെ വളർന്നൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു പേര് വരാൻ കാരണം. അപ്പോൾ ഇവിടെ നിന്നാലും നമുക്ക് ഒരുപാട് ഏരിയ കാണാം. ഫസ്റ്റ് തന്നെ അങ്ങ് കാണുന്ന ഒരു ക്ലൗഡ് ബെഡൊക്കെ കയറി കിടക്കണേ തൊടുപുഴ ടൗണിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാം കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു ഫാക്ടറി പോക്കറ്റിലൊക്കെ ഉണ്ട്. അത് ഒരു പ്ലൈവുഡ് ഫാക്ടറിയാണ്, ഇളന്തേശം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ചിങ്ങ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന വലിയ മല എന്ന് പറയുന്നത് നമ്മുടെ ഇലവീഴ പൂഞ്ചിറയാണ്. അത് കഴിഞ്ഞ് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്, കറക്റ്റ് ആയതൊന്നും അറിയില്ല. നമുക്ക് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ കുളമാവ് ഡാം കാണാം കേട്ടോ. കണ്ടാൽ മേളിലാണ്. ഓ, കുളമാവ് ഡാം എത്ര ഹൈറ്റിലായിരിക്കണമെന്ന് നോക്കി. ആ, അപ്പം എൻ്റെ പൊന്നോ ഭയങ്കര ഹൈറ്റിലാട്ടോ ആ കുളമാവ് ഡാം. നമ്മൾ ഇടുക്കിക്കൊക്കെ പോകുന്ന അതിൻ്റെ മേളിൽ കൂടെ വേണം. അത് ഇവിടുന്ന് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഞണ്ട്രിക്ക് വെള്ളച്ചാട്ടം കാണാം. അങ്ങനെ ഒരുപാട് നമുക്ക് ഫേമസ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ ഇതിൻ്റെ മേളിൽ നിന്നാൽ കാണാം കേട്ടോ. അടിപൊളി വ്യൂ പോയിൻ്റ്, ഒന്നും പറയാനില്ല അല്ലേ. പിന്നെ ഇത് കുറച്ച് ഡേഞ്ചർ ആട്ടോ, കാരണം നമുക്ക് ഭയങ്കര സ്ലോപ്പാണ് താഴേക്ക്. ഇവിടുന്ന് ഒറ്റ കട്ടിങ് ആട്ടോ, കുത്തനെ പോയേക്കാണ്, വലിയൊരു കൊക്കയാട്ടോ. കുറച്ച് മഴക്കാലത്തൊക്കെ നല്ല റിസ്ക് ആയിരിക്കും, കാരണം പാറ തെന്നിയിട്ട് നമുക്ക് കുറേ അങ്ങോട്ടൊക്കെ നടന്ന് പോകാൻ പറ്റും. ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്നാലും നമുക്ക് കുറേ വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും. മഴക്കാലത്ത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ കുറേ ഇങ്ങനെ കുറേ പീസായിട്ടുള്ള കുറേ പാറകളൊക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലും പുരാണങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഭീമൻ്റെ അടുപ്പോ അങ്ങനെ എന്തെങ്കിലും അടുപ്പ് കൂട്ടിയ സ്ഥലമാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥകളുണ്ടോയെന്ന് അറിയില്ല. അത് നമുക്കൊന്ന് ഉണ്ടാക്കാം അല്ലേ. വ്യൂ ഒരു രക്ഷയില്ല. ചെറിയ രീതിയിൽ ക്ലൗഡ് ബെഡൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം വന്നിട്ട് 7 മണി. നമ്മൾ വീട്ടിൽ നിന്ന് 3 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാട്ടോ. ഒരു 38 കിലോമീറ്റർ ഉണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഇവിടെ വരെയുള്ള. നമ്മുടെ തൊടുപുഴയിൽ നിന്ന് ഒരു 21 കിലോമീറ്റർ കേട്ടോ. അപ്പം രാവിലെ ഇപ്പോൾ സൈക്ലിസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം രാവിലെ തന്നെ ഇവിടെ എത്താൻ നോക്കും കേട്ടോ. കാരണം നമുക്ക് കരിമണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ നല്ല ക്ലൈമ്പാണ്. ഒരു 5-8 കിലോമീറ്റർ അല്ലേ, 8 കിലോമീറ്ററോളം ക്ലൈമ്പാട്ടോ. പിന്നെ നല്ല ക്ലൈമ്പാണ്. ഈ ഒരു സമയത്ത് നല്ല ഗ്രേഡുള്ള ക്ലൈമ്പാണ്. അപ്പം കുറച്ച് നല്ല എഫോർട്ടൊക്കെ എടുക്കേണ്ടി. മാക്സിമം നേരത്തെ വന്ന് ഇതിപ്പോൾ നല്ലൊരു ചെറിയ തണുപ്പും നല്ലൊരു ക്ലൈമറ്റൊക്കെ ആയിട്ട് അവിടെ നിൽക്കാനായിട്ട്. അപ്പം ഈ കാണുന്ന കുരിശെന്ന് പറയുന്നത് നമ്മൾ താഴെ കണ്ട ഒരു ചെപ്പുകുളം പള്ളിയുടെ കുരിശാട്ടോ. അപ്പോൾ സമയം 8 മണി. നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു 1 hour ആയിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ചലിക്കാൻ പോവുകയാണ്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഏറുമാടം, ഇതൊരു ഹോം സ്റ്റേ ആട്ടോ. ആക്ച്വലി ഇതൊരു ഹോം സ്റ്റേ ആണ്. ഇവിടെ അതായിട്ട് ബന്ധപ്പെട്ട് ആരെയും കാണുന്നില്ല കേട്ടോ. ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക, ഒരു ഗേറ്റ് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പം
ഇവിടെ ഒന്ന് നൈറ്റൊക്കെ സ്റ്റേ അടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അവിടെ ക്യാമ്പ് ഫയറിനൊക്കെ ഉള്ളത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഒന്നും ആരും വരുന്നില്ല എന്ന് തോന്നുന്നു. ഈ ഒരു വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. അതായത് നമ്മൾ കയറി പിന്നെ വഴി കണ്ടില്ലേ, പ്രോപ്പറായിട്ടൊരു വഴി പോലും ഇല്ല. അതേറ്റവും കോമഡി എന്ന് വെച്ചാൽ ഇങ്ങോട്ട് തിരിയണ ആ ഒരു സ്ഥലം ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് ഒരു സൈൻ ബോർഡോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കിപ്പോൾ ഞാൻ ഇതിന് മുന്നേ വന്നതുകൊണ്ട് കറക്റ്റ് നമ്മൾ നോക്കി വന്നു, അല്ലാതെ ഒരു ആദ്യമായിട്ട് തന്നെ അവർക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൽ ഗൂഗിൾ മാപ്പിലുണ്ട് ചെപ്പുകുളം വ്യൂ പോയിന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി ഈ ഒരു സ്ഥലം നമ്മളിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് ഇരുകല്ലുംപാറ എന്നാണ് കേട്ടോ. ചെപ്പുകുളം വ്യൂ പോയിന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നോക്കാനായിട്ട് ഇവിടെ ആരെയും കണ്ടില്ല കേട്ടോ. അവിടെ നൈറ്റൊക്കെ ഒന്ന് ദിവസം സ്റ്റേ അടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതേ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. ചെറിയൊരു മൂടലുണ്ട് ഇപ്പോൾ. അല്ല സാധാരണ 8 മണിക്ക് ആകുമ്പോഴത്തേനും നല്ല വെയിലാകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇരുകല്ലും പാറയോട് വിട പറയുക കേട്ടോ. നല്ല ശുദ്ധമായ വെള്ളമല്ലേ കിണറല്ലേ. ഇവിടെ മെത്തി വെള്ളമുണ്ട് കേട്ടോ. അധികം തൊട്ടിയിടേണ്ട ആവശ്യമില്ല. അതെ ഇവിടെ വേണ്ട പ്ലാസ്റ്റിക് ബക്കറ്റ് ആയതുകൊണ്ട് അങ്ങ് താഴുന്നില്ല. കല്ല് കെട്ടി ഇറക്കിയാലോ ബക്കറ്റില്ല. അപ്പോൾ താന്ന് നല്ല തണുത്ത വെള്ളം. തണുപ്പുണ്ട്. എന്നാ ബ്രോ നിറച്ചോ, അറിയാൻ നല്ല വെള്ളമുണ്ട്. അതെയോ നല്ല വെള്ളം. ആ ഒരു സൗണ്ട് എവിടെ നിന്നാണ് ഒരു പിടുത്തം കിട്ടുന്നില്ല. ടക് 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 ടക്ക് ഓടുമ്പോ ഈ ബോട്ടിലൂടെ അടിക്കണതാണോ? ഇതാ ബ്രോ അടിക്കണം, കേബിൾ അടിക്കണോ? ഓക്കെ ഓക്കെ. മറ്റേ ഈ ഇവിടുത്തെ ഇതല്ലേ? ഓ ശരി ശരി. മറ്റേ ആ സംഭവം അല്ലേ, ആ ഒരു കേബിൾ ടൈ അവിടുന്ന് പോയി. അത് കേട്ടോണ്ട് റൈഡ് ചെയ്യാനൊരു മൈൻഡ് എന്തോ പോലെ. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ വ്യൂ പോയിന്റിൽ നിന്നൊക്കെ അതേ ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ കരിമണ്ണൂരെത്തി. അപ്പോൾ ഇനി ഫുഡ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമുക്ക്. നല്ല വിശപ്പാട്ടോ, രാവിലെ കയറിയതല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം മുട്ടക്കറി ആട്ടോ. അപ്പം ചൂടല്ല. അത്യാവശ്യം ലെങ്ത് ഉണ്ടോ കയറ്റം? തീരുവാ, അവിടെ തീരുവാ. ഇപ്പം നേരെ കിടിലിനെ ഇറക്കുക. ഞറക്കുറ്റി സ്ഥലം. വണ്ണപ്പുറം ഇവിടുന്ന് റൈറ്റ്. റൈറ്റ്. ചെറിയ ഇറക്കം. കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷെ ഉള്ളത് നൈസാ. ഇവിടെ പമ്പുണ്ട്, നമുക്ക് വേണേൽ വെള്ളം എടുക്കാം. പക്ഷേ അവിടെ ഇത് വെച്ചിട്ടുണ്ട് കൂളർ. പക്ഷേ ആ കൂളർ വർക്കിംഗ് അല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കാളിയാറ് പോയിട്ട് വന്നിട്ട് വലിയ കാര്യം പറഞ്ഞ് വെള്ളം എടുക്കാൻ കയറിയതാണ്. പക്ഷേ അത് കൂളിംഗ് ഇല്ലായിരുന്നു. ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഫിൽറ്റർ ചെയ്യുന്നുണ്ട്, കൂളിംഗ് ഇല്ലെന്നുണ്ട്. വേണേ കയറി നോക്കാം, തണുപ്പുണ്ടോ എന്ന് നോക്കാം. പക്ഷെ നല്ല വെള്ളം കേട്ടോ, വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. തണുപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഫിൽറ്റർ വാട്ടറാ. കോൾഡ് എന്നൊക്കെ ഉണ്ട്, പക്ഷേ തണുപ്പില്ല. ഇത് ഉണ്ട് ബ്രോ. ഇന്നോ തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്, കൂളിങ്ങ. ഞാൻ അന്ന് നോക്കിയിട്ടില്ലായിരുന്നു. അത് നിറച്ചേക്കാം. ചുമയാണോ നോക്കണം. എന്നാൽ തണുത്ത വെള്ളം, എന്ത് ചുമയാണല്ലോ, തണുത്ത വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല, അതാണ്. അപ്പോൾ അതെ, ഒരു ബോട്ടിൽ നല്ല തണുത്ത വെള്ളം കിട്ടിയിട്ടോ. ഇത് കടയിൽ കാശ് കൊടുത്ത് മേടിക്കാൻ മടിയായിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഈ റൈഡൊക്കെ വരുമ്പോഴത്തേനും ഏത് പെട്രോൾ പമ്പ് ഉണ്ടാവില്ല, അവിടെ എല്ലാ പമ്പിലും തന്നെ ഇതുപോലെ ഫിൽറ്റർ വാട്ടറൊക്കെ ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ ഫിൽറ്റർ വാട്ടർ ഒരു കുഴപ്പമില്ല, നല്ല വാട്ടറാട്ടോ. ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വെള്ളമൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ വഴിയിൽ കിണറൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെള്ളമൊക്കെ ഇറക്കട്ടെ. അപ്പം ഇത് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നമുക്ക് ഇവിടെ തന്നെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പം പ്രത്യേക പെർമിഷൻ കാര്യങ്ങളും ചോദിക്കേണ്ട. അപ്പോൾ നിങ്ങൾ ലോങ് റൈഡൊക്കെ പോകുമ്പം ഇങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും.
അതുപോലെയുള്ള നല്ല വെള്ളമൊക്കെ ആയി നല്ല വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ മാക്സിമം എല്ലാവരും ആ ഒരു കാര്യമൊക്കെ റൈഡിൽ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മുതലക്കുടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ നേരെ തൊടുപുഴ പിടിക്കുന്നു. ഒരു മണിക്കൂർ കൊണ്ട് എത്തും വീട്ടിലെത്തും കേട്ടോ. നമുക്ക് ബൈപ്പാസ് എടുത്ത് പോവാം. രാവിലെ വന്ന വഴി റൈറ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൺഡേ റൈഡ് വൈൻഡപ്പ് ചെയ്യാൻ നേരം കേട്ടോ. നമ്മൾ ഒരു 11 മണിയോട് കൂടി നമ്മുടെ റൈഡ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? അവിടെ പള്ളിയുടെ ഇവിടുന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഒരു 75 കിലോമീറ്റർ ടോട്ടൽ നമ്മുടെ റൈഡ് എന്ന് പറഞ്ഞാൽ. റോമി ബ്രോ 90 കിലോമീറ്റർ വീട്ടിൽ നിന്ന് 100 അടിക്കും കേട്ടോ. അത്യാവശ്യം നല്ല എലവേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ബ്രോയ്ക്ക് ഒരു 20 കിലോമീറ്റർ പോകണം. എനിക്ക് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ പോയാൽ വീട്ടിലെത്തും. അപ്പം ഓക്കെ ബ്രോ, എന്തായാലും നമുക്ക് അടുത്ത റൈഡിൽ പൊളിക്കാം. കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് റൈഡ് പോകുന്നത്. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്ത റൈഡിൽ കാണാം.